ജേതാക്കളുടെ പട്ടാഭിഷേകം നടക്കുന്നു. ലോസ്നിക്കിയിൽ ഫ്രാൻകോ ക്രൊയേഷ്യ 2. എന്താ സംഭവിച്ച ആ സമയത്ത് ഒരു ഒറ്റ കട്ടിങ്ങിന്റെ കാര്യം ഉണ്ടായിരുന്നുള്ളത്. എന്താ ഇപ്പൊ പറയാ ഈ ചങ്ങായി കട്ടിങ് എൻ്റെ പൊന്നാരെ മെസ്സി എന്തിച്ച് കാണിച്ച ആ സമയത്ത് ഒരു കട്ടിങ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് അന്നൊക്കെ അടിച്ചിട്ടുള്ള ഗോളിന്റെ പവർ എന്താ വെച്ചിട്ട് എന്താ എനിക്ക് മനസ്സിലാവാത്തത്? ഞങ്ങൾ അങ്ങനെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുക അത് കളി കളിച്ചിട്ട് അന്നെ പറയല്ല, എൻ്റെ കൂടെ കളിക്കണ ആൾക്കാർ ഇജ്ജ് പറയണോ നല്ല കളിക്കാരുണ്ടാവണം കൂടെ. ഒരു ഫൗള് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഫൗളും ചെയ്യില്ല, അവിടുന്ന് അങ്ങോട്ട് എണിച്ച് മിണ്ടാണ്ട് എണിച്ച് പോവുക. ഇത് കളിയാണ്. ഇത് കയ്യാൻ കളിയൊക്കെ വരുമ്പോൾ ഇത്തിരി അതിനനുസരിച്ച് അങ്ങോട്ട് പ്രതികരിക്കണോ? ആ നെയ്മറിനെ കണ്ടുപിടിക്കുക. അതിന് എന്ത് ജാതി അഭിനയിക്കണത് അത് കണ്ടുപിടിക്കുക. അതേമാതിരി കാണണം, ഇത്തിരി കള്ളത്തരൊക്കെ വേണം ഉള്ളിൽ. ഇത് ഇങ്ങനൊരു ശുദ്ധൻ പറഞ്ഞിട്ട് കാര്യം ചങ്ങായി എന്നൊക്കെ. ഓനക്കൊക്കെ നെയ്മറിനൊക്കെ ഓസ്കാർ അവാർഡ് കിട്ടും. ആ ജാതി കളിയാ അതിലൊക്കെ അങ്ങോട്ട് കയറണം. മെസ്സി കേടാവ്. മെസ്സി എന്തിനു കേട് വരുന്നേ? ഒരു കളി തോറ്റേനോ? ഒരു കളി തോറ്റേനും മെസ്സി കേട് വരും. എന്റെ പല്ല് ഞാൻ അടിച്ചു കൊടുക്കുക. ഞാൻ അവൻ വേറെ ക്ലബിൽ കളിക്കാൻ പോയിട്ടുണ്ട്. മെസ്സി കേട് വരും അത്ര. മിക്സി കേടായി അത് കൊണ്ടുപോയി നന്നാക്കാൻ നിങ്ങൾക്ക് 24 മണിക്കൂറുണ്ട്. മെസ്സി മെസ്സി മെസ്സി. നിങ്ങൾ അവിടുന്ന് എണീക്കണുണ്ടാ? എത്ര കാലം ഈ ഇരിപ്പിരിക്കും നിങ്ങള്? നിങ്ങളുടെ ടീമും പുറത്തായി, കണ്ണി കൊണ്ടുപോയി, കപ്പും കൊണ്ടുപോയി, ആ കളിയും കഴിഞ്ഞ് ഇവിടെ ഒരാൾക്ക് സമയമില്ല. നിങ്ങൾ എണീക്കണ്ട അവിടുന്ന്. ഞാൻ എടുക്കില്ല. ഞാൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങണേ? ആ ചെക്കന്മാരെ കളിയാക്കൂലേ? എന്റെ തല മൊട്ടടിക്കാന്ന് പറഞ്ഞിട്ടാ ഞാൻ നിക്കണേ. ഞാൻ പറഞ്ഞില്ല എന്നോട്, ഞാൻ എന്റെ തലയിൽ പപ്പടം ഒട്ടിച്ചിട്ട് മൊട്ടടിച്ച മാതിരി ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചേക്കാണ് ഗ്രൂപ്പിലൊക്കെ. ഇനിയിപ്പോ ഞാൻ ഈ മുടി വെച്ച് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാ? അത് നടക്കൂല. അല്ല നിങ്ങൾ ജീവിതകാലം മൊത്തം ഇവിടെ ഇരിക്കാൻ പോവാ? ഞാൻ നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു എന്റെ വാപ്പ ആശുപത്രിയിലാണ്, 1000 റുപ്യ നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കായിരുന്നല്ല? കൊടുത്തങ്ങള് ഈ നാട് മുഴുവൻ ഫ്ലക്സ് വെക്കാൻ അങ്ങടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നല്ല? എന്റെ വാപ്പ എങ്ങനെ ആശുപത്രിയിൽ പോയത് അറിയാൻ എനിക്ക്? എന്താ ആശുപത്രിയിൽ പോയത്? ജർമ്മനി തോറ്റതിന്റെ പേരില് മൂപ്പർക്ക് നെഞ്ചവനാന്ന് അങ്ങനെ ആശുപത്രി പോയതാ. അർജന്റീന തോറ്റത് മൂപ്പര് ആശുപത്രി കിടക്കട്ടെ, ഞാൻ പോണ കാണിച്ചാൽ എനിക്ക്. അത് ശരി. നിങ്ങൾക്കില്ല ഭ്രാന്താണ് ഭ്രാന്ത്. ആക്ക് ഭ്രാന്ത് തന്നെ. നിങ്ങൾ ആ കുപ്പായ ഒരിക്കൽ ആദ്യമേ. അല്ല എന്നോട് ആരപ്പ ഈ കുപ്പായ ഇട്ടിട്ട് വരാൻ പറഞ്ഞു? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മഞ്ഞ കുപ്പായ ഇട്ടിട്ട് വരരുത് നിന്റെ മുമ്പില്? എന്നോട് ആരപ്പ ഈ മഞ്ഞ കുപ്പായ ഇടാൻ പറഞ്ഞേ? ഇതെന്റെ കുപ്പായല്ലേ ഞാൻ ഇടൂ. എന്റെ കുപ്പായ അനക്ക് ഞാനൊരു നീലും വെള്ളം ചുരിദാർ ഇട്ടായിരുന്നല്ലേ? ആ തട്ടനൊക്കെ എന്ത് രസായിരുന്നു, നീലും വെള്ളം പൂക്കളുള്ള. അത് ഡൗട്ടില്ല എനിക്ക്. എനിക്ക് നിങ്ങളെ പോലെ ഭ്രാന്തില്ല. നിങ്ങളുടെ ടീമിന്റെ കുപ്പായ ഇടലല്ല എന്റെ പണി. നിങ്ങൾ ആദ്യം ഈ കുപ്പായ ഊരി. ഇത് ഞാൻ ഊർന്നില്ല. എന്നാ അവിടുന്ന് എനിക്ക് ആ മിക്സി കൊണ്ടുപോയി നന്നാക്കുന്നേ. എടി എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. അതിൽ പറഞ്ഞെന്താ മനസ്സിലാവാത്ത എനിക്ക്? അല്ല നിങ്ങൾ എത്ര കാലം ഇവിടെ ഇരിക്കൂ? ഞാൻ അടുത്ത ലോകകപ്പിന് മെസ്സി ഒരു ഗോൾ അടിക്കുന്നവരോട് ഇരിക്കും. എന്തേ നിങ്ങൾ അവിടുന്ന് എണീക്കൂല. അവിടെ ഇരുന്ന് വരും. സൂറജിന്റെ കൺമുമ്പ് പോയിക്കോട്ടെ. എന്നോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രാക്ക് നിർത്തിക്കോന്ന്. ഈ പ്രാഗിട്ട് തന്നെ ഓൻ തോറ്റായി. നിങ്ങൾക്ക് നാടല്ലേ മനുഷ്യ? മെസ്സി ഒക്കെ ഓരോ പണിക്ക് പോയി, നിങ്ങൾ ഇപ്പഴും ആ ഫോട്ടോ നോക്കി ഇരിക്കുക. മെസ്സി പണിക്ക് പോയിത്ര എന്താ പറയണ ഇബിലീസായി? മെസ്സി പണിക്ക് പോ. മെസ്സിക്ക് എന്താ കൂലിപ്പണിയാ? എന്താ വാക്ക് പണിക്കുണ്ടോ മെസ്സി? ഞാൻ അടിച്ച് ഞാൻ കൊണ്ടു. അവള് പറയണോക്കെ മെസ്സി എടി കളിക്കാൻ പോയിന്ന് പറയുന്നത് അജ്ജാലേ. ആരെ ആരെ പോയി നോക്ക്. പോയി നോക്കുങ്ങള്. ഇവിടെ മെസ്സി ആയിരിക്കൂ. ചെല്ലി എണിക്കാൻ ടീമിലത്തെ ആൾക്കാരിട്ടാവോ? സുഖധാരണാവില്ലേ? അത് ശരി. നീ വീട്ടിലടച്ചു കൂട്ടിയിരിക്കുക അവിടെ? എന്താ പുറത്തൊന്നും ഇറങ്ങാത്ത? അല്ല ഞാനാ നിങ്ങളായിട്ട് ബെറ്റൊന്നും വെച്ചില്ലല്ലോ. ഞാൻ ആരെ ബെറ്റ് വെച്ച് പറഞ്ഞു? പിന്നെന്തേ? എടാ വേൾഡ് കപ്പ് കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ഈ അർജന്റീന ഫാൻസുകാർ എന്റെ വീടിന്റെ മുമ്പിലെ കുറെ ഫ്ലക്സ് വെച്ചിട്ടില്ലേ? ആ ഗേറ്റിന്റെ മുകളിൽ കൂടി വെച്ചേക്കാ ഫ്ലക്സ്. ഇപ്പൊ വീട്ടിലെ അഡ്രസ് അന്വേഷിച്ച് വരണ ഒരു ബുദ്ധിമുട്ടാ. ഞങ്ങളാകെ ഇരുണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു മാസമായിട്ട്. പുറലോകം കണ്ടിട്ടില്ല. നിങ്ങളുടെ ഒരു 7 ഫ്ലക്സും ബ്രസീലുകാരുടെ ഒരു 8 ഫ്ലക്സും. അവരെത്ര? 8 എണ്ണം. ഞങ്ങളുടെ 7 എണ്ണം.
അപ്പൊ ഞങ്ങളുടെ എട്ടെണ്ണം ഉണ്ടാവും. ഏഴെണ്ണേ ഉള്ളൂ. അതൊന്നും അവര് അയച്ചു തുടങ്ങിണ്ടാവും ചെക്കന്മാരെന്നാല്. നീ വെറുതെ ഭ്രാന്ത് പറയരുത്. ഓരനായിട്ട് അയച്ചുകൊണ്ട് പോവാ. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന്. അതെ, ലോകകപ്പൊക്കെ കഴിഞ്ഞില്ലേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നിട്ട് അത് അയച്ചുകൊണ്ടേക്ക് അവിടുന്ന്. എന്നത് ആ ബ്രസീലുകാരോട് ആദ്യം പറയുങ്ങള്. ആ കോയെ ഞാൻ പാരിജാതനോട് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞത് ആദ്യം കോയ അയക്കട്ടെ, എന്നിട്ട് ഞാൻ അയക്കാന്ന് പറഞ്ഞവൻ. എന്താ അവർക്ക് അയച്ചാല്? അവരാദ്യം അയച്ച എന്താ കുഴപ്പം? നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ടൊന്ന് അയച്ചു കൊടുക്ക്. അത് വേണ്ട സൂറ, അത് ശരിയാവില്ല. ഇവർ രണ്ടാളും കൂടി വന്നിട്ട് അഴിക്കാൻ വന്നു കഴിഞ്ഞാൽ അർജന്റീന ഇങ്ങനെ കളിച്ചു, ബ്രസീൽ ഇങ്ങനെ കളിച്ചു പറഞ്ഞിട്ട് ഇവര് തല്ലുകൂടും. എന്നിട്ട് അവര് തല്ലും കൂടി തന്നെ ഞാൻ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും. അതൊന്നും പറ്റില്ല. നീയാണ് ആദ്യം വെച്ചത്, നീ വന്നിട്ട് അയക്കേ. അപ്പൊ ഞങ്ങൾ ആദ്യം വെച്ചില്ലേ, ഇനിയിപ്പോ അയക്കുമ്പോ അവരോട് ആദ്യം അയക്കാൻ പറയേ. ഞാൻ ഒരു കാര്യം പറയട്ടോ, ഞാൻ പരിചയമുള്ളവരെന്ന് കരുതിയിട്ടാണ് കളി നടക്കുന്നവരെ ഉണ്ടാണ്ടിരുന്നത്. നിങ്ങള് ബ്രസീലുകാർ തന്നെയാണ് അല്ലേ? ആര്? ഞാനാ? ബ്രസീൽ തന്നെയാണ് പോലെ. പിന്നെ നിങ്ങളുടെ പോലത്തെ പ്രാന്തലേക്ക് ഞാൻ ഇന്ത്യക്കാരനടാ. ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് കളിക്കണ്ടോ അന്ന് ഞാൻ ഇതുപോലെ ഫ്ലക്സ് വെക്കും. അല്ലാണ്ട് കണ്ണവർക്ക് വേണ്ടിയിട്ട് തമ്മാടത്തം കാണിക്കാനൊന്നും എന്നെ കിട്ടില്ല. എത്രയും പെട്ടെന്ന് വന്നത് അഴിച്ചോ, ഇല്ലെങ്കിൽ സൂറേ ഞാൻ പോലീസ് സ്റ്റേഷനെ കംപ്ലൈന്റ് ചെയ്യും. ഒരാഴ്ച കഴിഞ്ഞോട്ടെ. നിങ്ങൾക്ക് എന്തിനാ ഒരാഴ്ച? അനക്കറിയില്ലടി പെണ്ണേ, എനിക്കറിയില്ല എന്റെ സ്ഥിതി. ഇനി മൂപ്പര് പോയിട്ട് കേസും കൂടി കൊടുക്കാത്ത കുറവുള്ളൂ. നിങ്ങൾക്ക് തോറ്റ നാണക്കേട് പോരല്ലേ? നിങ്ങൾ പോയിട്ട് അത് അയച്ചു കൊടുത്തേ. നിങ്ങൾ പോയിട്ട് അത് അയച്ചു കൊടുക്ക. ആ മിക്സി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പറഞ്ഞ എന്താ മനസ്സിലാക്കാത്ത? പുറത്തിറങ്ങാതെ ഇവിടെ ഇരുന്നോ? ആ മിക്സി കൊണ്ടുപോയി നന്നാക്കിയിട്ടില്ലെങ്കിൽ തിന്നാ ഒന്നും ഇല്ലെന്ന്. ഒരു അന്തം കൊണ്ടില്ലാത്ത ജന്തുവിനാണല്ലോ റബ്ബെ ഞാൻ കെട്ടിയത്. പന്ത് പറഞ്ഞ ഓ എന്താ സാധനം ഒന്നും കൂടി അറിയില്ല അവൾക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാല്. നിങ്ങൾ ആദ്യം കുപ്പായി മാറ്റി. ഈ ആൾക്കാർ ഇന്നെ ഇവിടുന്ന് കാണണ്ട. ഇന്നും വീഡിയോ ഓർക്കാൻ പറ്റൂല അല്ലേ? വീഡിയോ എങ്ങനെ ഓർക്കാനാണ്? ഇതൊക്കെ എടുത്ത് മാറ്റണ്ടാ. എന്റെ സുമേഷേട്ടാ, ഇത് എത്ര ദിവസമായി ഇത് ഇങ്ങനെ വെക്കുന്നേ? കളി കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? മോനെ ഇത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാലേ കൈ വെട്ടും എന്നാണ് പറയണത്. കൈ ഉണ്ടായിട്ടാണ് ജീവിക്കാൻ പറ്റുന്നില്ല. പിന്നെ അല്ലേ കൈ ഇല്ല. ഞാന് നിങ്ങൾക്ക് ഇത് വേണം, നിങ്ങൾ എന്നോടന്നെ ഇത് പറയണം. അന്ന് ഞാനൊരു കുഞ്ഞു ഫ്ലക്സും തൊക്കിളിറക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിനാ. എന്റെ സുമേഷേട്ടാ, ഞാൻ ഇത് ഇവിടെ വെച്ചിട്ടോ എന്റെ ജർമ്മനിന്റെ ഫ്ലക്സ് നിങ്ങൾ പറഞ്ഞു ഓർമ്മയുണ്ടാ? അപ്പൊ എന്ന് പറഞ്ഞേ പറ്റൂല. പറ്റൂ, നിങ്ങൾക്ക് ഇത് വേണം. അന്ന് വെക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായ നമ്മളെ ജർമ്മനിന്റെ ഫ്ലക്സ് എടുത്ത് ഞാനില്ലേ പോകുമായിരുന്നില്ലേ? സമ്മതിച്ചിട്ടായിരുന്നു. നീ എന്താ ചെയ്യണ്ട മോനെ? ഇനിയിപ്പൊ ഒന്ന് ചെയ്യുന്ന വെച്ചാല് നിങ്ങിത് പറിക്കാനും പിടിക്കാനും പോണ്ട. പുള്ളന്മാരല്ലേ, നിങ്ങളെ കൈവെട്ടെന്ന് പറഞ്ഞിട്ട് അവര് വിട്ടു. നിങ്ങളൊരു കഴിഞ്ഞ പഞ്ചായത്തിൽ കംപ്ലൈന്റ് കൊടുത്ത്. പഞ്ചായത്തിലാ? അങ്ങനെ ഉണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. കൊണ്ട് കൊടുത്താൽ ചിലപ്പോ അവരെല്ലാം വന്നിട്ട് അവരാൾക്കാരെല്ലാം ഇത് കൊണ്ടുപോകും. എന്നാ നീ ഒരു ഉപകാരം ചെയ്യുമോ? എന്ത്? നീ എന്റെ കൂടെ ഒന്ന് വന്ന് എനിക്ക് ചായ മേടിച്ചതായിരുന്നു. നിങ്ങളെ ചായ നിനക്ക് വേണ്ട, കടിയും മേടിച്ചാരാ? എന്നാ അത് പറ. എന്നാ വാ. എന്താണ് കിടത്തയില്ല മനുഷ്യൻ? എന്താണ് നിനക്ക്? നേരത്താണ് എല്ലാവരും ഉറങ്ങണത്. എന്താണ് ഇപ്പൊ നിനക്ക്? എന്താണ്? ഒരു മാസമായിട്ട് കളി 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 എന്ന് പറഞ്ഞിട്ട് നടക്കായിരുന്നു. ഇപ്പൊ ഉറക്കമായി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ നിനക്കിപ്പോ എന്താണ്? മുറ്റത്തോട്ട് ഇറങ്ങി ചെല്ലും. നല്ല രസമുണ്ട് മുറ്റം കാണാൻ. എന്താണ്? എന്നാലും ഇവിടെ നിന്ന് ഇറങ്ങരുത് കേട്ടോ. മുറ്റത്ത് എന്താടി? മുറ്റത്ത് ഫ്ലെക്സ്. ഫ്ലെക്സാ? നിങ്ങളല്ലേ വലിച്ച് നാട് നീളെ ഒട്ടിച്ചോണ്ട് നടന്നത്? നമ്മുടെ മുറ്റത്താ? അന്ന് മുറ്റം നിറയെ ഫ്ലെക്സ് കിടക്കണെന്ന്. നെയ്മറിന്റെ ആണോ അല്ലെ മെസ്സിയുടെ? എന്റെ മായിട്ടിനെ കേൾക്കരുതിട്ട്. എനിക്ക് അവരെയൊക്കെ അറിയാമോ കണ്ടാല്? എന്റെ മുറ്റത്ത് ഫ്ലെക്സ് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് അവന്റെ കൈ ഞാൻ വെട്ടും. നിങ്ങൾ ആരുടെയും കൈയും കാലും വെട്ടലൊന്നും ഇപ്പൊ നടക്കൂല. ഇപ്പൊ പോയി ആ സാധനമൊക്കെ എടുത്ത് കളഞ്ഞേ. എവിടെ ഫ്ലെക്സ് എടുക്കണ്ടെന്ന് പറഞ്ഞു? എന്റെ വീട്ടില് ഫ്ലെക്സ് നോക്ക്. അയ്യോ, ഇതാരാണ് ഈ പണി കാണിച്ചത്? ഇതാവുമാരുടെ പണി തന്നെയാണിത്. ആരുടെ പണിയാണെങ്കിൽ ഈ സാധനം ഇങ്ങനെ മുറ്റത്ത് കിടക്കാൻ കൊള്ളാമോ? നീ ഒരു പണി ചെയ്താ തീപ്പട്ടിങ്ങ എടുത്ത് നമുക്ക് കൂട്ടിട്ട് കത്തിക്കാം അവിടെ എവിടെയെങ്കിലും. നിങ്ങൾക്ക് ഇത് തലയ്ക്ക് വെളിവില്ലേ? ഇത് കത്തിക്കാൻ പാടുണ്ടോ? ചത്തു പോകും. വിഷമാ. എന്നാ പറമ്പിലെവിടെയെങ്കിലും കുഴിച്ചിട്ടാലോ? എന്റെ പ്യാരിയായിട്ട് ഇത് കുഴിച്ചിടാനും പാടില്ല. എന്ന് കുഴിച്ചിട്ടാൽ ഒരിക്കലും നശിഞ്ഞു പോകൂല. അത് അങ്ങനെ കിടക്കും മണ്ണിൽ കാലാകാലത്തോളം. പിന്നെ ഇതിപ്പോ ഞാൻ എവിടെ കൊണ്ടുപോയി കളയൂത്? ഒരു കാര്യം ചെയ്, കളയണ്ട. ഇതിപ്പോ പ്യാരേട്ടൻ അവിടെ ഇരുന്നിട്ടേ നല്ല വൃത്തിയായിട്ട് മടക്ക്. മടക്കി പാക്ക് ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ നെയ്മറിന് അയച്ചു കൊടുക്കാം. കളിയാക്കിയാണ് നീ? അല്ല, ശരിക്കും പറഞ്ഞതാ. നാട് നീളെ നടന്ന് കെട്ടിക്കൊണ്ട് നടന്നപ്പോ ഓർക്കണായിരുന്നു എന്ത് ചെയ്യുന്ന എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഇത് മറ്റോമാര് തന്നെയാണ് പണിയാണ് എനിക്കിട്ട്. ഉറപ്പാണിത്.
എന്താ ചെയ്യണേ ഇപ്പൊ ഇത്? ഒരു കാര്യം ചെയ്താലോ? ആ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാലോ? ഇതിനൊരു പരിഹാരം കാണണല്ലോ. ആ അത് വേണ്ടാട്ടാ. എടി ഇവിടെയൊക്കെ മുഴുവൻ കൊണ്ടുവരുന്ന ഞാൻ ഫ്ലെക്സ് കയറുന്ന നാട്ടുകാർ മുഴുവൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്കിട്ട് നല്ല തല്ലും കൊള്ളും, എനിക്കെതിരെ കേസ് കൊടുക്കും. പോലീസ് വേണ്ട. അതൊക്കെ അറിയാം. എന്നെ അറിയാതെയാണ്. കേസ് എടുക്കും, തല്ല് കിട്ടും, കെട്ടാൻ പാടില്ല എന്നൊക്കെ. അരമണിക്കൂറിനുള്ളിൽ സാധനം ഇവിടുന്ന് കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. കട്ടോയി പോയി കാലത്ത് കിടപ്പോ. മറിമായം